السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. ഈ ഒരു കാര്യം ജീവിതത്തിൽ പതിവാക്കിയാൽ 20ഓളം നേട്ടങ്ങൾ എണ്ണിപ്പറയാനുണ്ട്. വേറെയും ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അനേകായിരം പ്രതിഫലങ്ങൾ ഖുർആനിലും ഹദീസിലും വാഗ്ദാനം ചെയ്തതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം ലഭിക്കാൻ കാരണം? ഇത്രയും വലിയ പവർ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകുമ്പോഴാണല്ലോ വിശ്വാസികൾക്ക് തെറ്റ് സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്മരണ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തെറ്റുകളുമായി ഇടപഴകാൻ വിശ്വാസിക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത്. ആ തെറ്റിൻ്റെ പ്രായശ്ചിത്തം എന്താണ്? ദിക്ർ മറന്നതിന് ദിക്ർ രണ്ടാമത് ചെയ്യിപ്പിക്കുക, അതാണ് അതിൻ്റെ പ്രായശ്ചിത്തം. അതുകൊണ്ട് ദിക്റാണ് തെറ്റുകൾ മായ്ച്ചു കളയാൻ ഏറ്റവും ഉപകാരമായിട്ടുള്ള കാര്യം. ദിക്ർ എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുക, ഓർമ്മിക്കുക, ഉച്ചരിക്കുക, ഉണർത്തുക, ഇങ്ങനെയൊക്കെ അതിന് ഭാഷാർത്ഥമുണ്ട്. സാങ്കേതികമായ അർത്ഥം പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ്. ഖുർആൻ പാരായണം, സ്വലാത്ത് ചൊല്ലൽ, തസ്ബീഹ് ചൊല്ലൽ, തഹ്ലീല് ചൊല്ലൽ തുടങ്ങിയിട്ടുള്ളതെല്ലാം വൈവിധ്യങ്ങളായ ദിക്റുകളാണ്. ദിക്റ് ചൊല്ലുന്നതിൻ്റെ പിന്നിലെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ് പലരും ഇതത്ര കാര്യത്തിലെടുക്കാത്തത്. പ്രതിഫലം കിട്ടുക മാത്രമല്ല ദിക്റിൻ്റെ രഹസ്യം, മറിച്ച് അത് വിശ്വാസിയുടെ സർവോന്മുഖ വിജയത്തിൻ്റെ ലളിതമായ ഒരു മാർഗം കൂടിയാണ്. ഈ ദിക്റിന് 20ഓളം നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നു. 1. പിശാചിനെതിരെ രക്ഷാകവചം തീർക്കുന്നു. 2. ശാരീരിക മോഹങ്ങളെ തളച്ചിടുന്നു. 3. റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. പാപങ്ങൾ കഴുകിക്കളയാൻ കാരണമാകുന്നു. റബ്ബിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാൻ കഴിയുന്നു. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നു. അള്ളാഹുവിൻ്റെ പ്രശംസക്ക് കാരണമാകുന്നു. ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നു. ജീവിതത്തിൽ ബറക്കത്ത് നിറയുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തനാകുന്നു. അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളിൽപ്പെടുന്നു. റഹ്മത്തിൻ്റെ മലാക്കമാരുമായും അള്ളാഹുവിൻ്റെ റഹ്മത്തിലായി ജീവിത വിജയം കൈവരിക്കുന്നു. പരലോകത്ത് പദവികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സൽക്കർമ്മങ്ങളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്നു. പ്രതിസന്ധികളെ അതിജയിക്കുവാൻ കഴിയുന്നു. യാത്രയിലും മറ്റും സുരക്ഷിതത്വം ലഭിക്കുന്നു. തിരുനബി ചര്യകൾ നിലനിന്നു പോരുന്നു. അഭിമാനവും അന്തസ്സും മനക്കരുത്തും സാധ്യമാകുന്നു. ഇങ്ങനെ പൊതുവായി ചില പ്രത്യേക ഗുണങ്ങൾക്ക് പുറമെ വിചിത്രങ്ങളായ ധാരാളം സവിശേഷതകളും ധാരാളം ഗുണങ്ങൾ ദിക്റിനുണ്ട്. വർദ്ധിപ്പിക്കാൻ, പതിവാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.